Good afternoon all. Welcome to Sleeps 360 IAS Academy and welcome to today's Hindu newspaper analysis. Before going to the detailed description or discussion of our today's Hindu newspaper, we are introducing a new program called Prelims Mains Companion. So what is this program? It is an integrated Prelims and Mains test series. നമ്മുടെ മുന്നിൽ ഇതിനൊരു 10 മാസം അടുത്ത പ്രിലിംസിലോട്ട് സോ ഒരു 10 മാസം നമുക്ക് ഒരു സ്ട്രാറ്റജിയോട് കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ നമുക്ക് ഈ 10 മാസത്തിൽ ഫസ്റ്റ് 4 months we need to focus on the mains and the later 6 months we need to focus on the prelims. അപ്പൊ അത്തരത്തിൽ ഒരു മന്ത്ലി ടാർഗറ്റും വീക്ക്ലി ടാർഗറ്റും ഡെയിലി ടാർഗറ്റ് ഒക്കെ തന്ന് വീക്ക്ലി ടെസ്റ്റുകൾ തന്ന് ഡെയിലി ടെസ്റ്റുകൾ തന്ന് പേഴ്സണായിട്ട് ഒരു മെന്ററെ അസൈൻ ചെയ്ത് തന്ന് അത്തരത്തിൽ ഇത് 10 മാസം നിങ്ങളെ ഫുൾ ആയിട്ട് ഗൈഡ് ചെയ്യാൻ വേണ്ടി ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തേക്കുന്നതാണ് ഞങ്ങൾ. ഓക്കെ, സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ജോയിൻ. ഇത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ജോയിൻ ചെയ്യാൻ പറ്റും. ഒരു ഹൈബ്രിഡ് മോഡലിലാണ് ഈ പ്രോഗ്രാം ഡിസൈൻ ചെയ്തേക്കുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾസോ ഹെൽപ്ഫുൾ ഫോർ ദ ബിഗിനേഴ്സ്, റിപ്പീറ്റേഴ്സ് ആൻഡ് വർക്കിംഗ് പ്രൊഫഷണൽസ്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതിനകത്ത് ആസ്പിറൻസിന് ഇതിനകത്ത് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അന്വേഷിക്കാവുന്നതെന്ന് ഫർദർ ഡീറ്റെയിൽസിനായിട്ട്. ഓക്കെ, ദെൻ ഫസ്റ്റ് ന്യൂസ്. ഓക്കെ, ഇത് എഡിറ്റോറിയൽ പേജിൽ ഉണ്ടായ ന്യൂസ് ആണ്. ന്യൂസ് എന്താന്ന് പറയാം. നാറ്റോ ഷിഫ്റ്റിംഗ് റെസ്പോൺസിബിലിറ്റീസ് ഇൻ എ ചേഞ്ചിങ് വേൾഡ്. അതായത് US പറഞ്ഞു നിലവില് നാറ്റോ എന്ന് പറയുന്ന ഓർഗനൈസേഷനെ കുറിച്ച് ആദ്യം ഞാൻ പറയാം, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. നാറ്റോ എന്ന് പറയുന്നത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഓക്കെ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ 1949 നിലയിൽ വന്നേക്കുന്നതാണ്. എന്തിനാണ് നിലയിൽ വന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അന്ന് സോവിയറ്റ് യൂണിയൻ അഥവാ റഷ്യ, ഇപ്പോഴത്തെ റഷ്യയെ എതിർക്കാനായിട്ട്, അതായത് US അവരുടെ ഓപ്പോസിറ്റ് നിന്നതായിരുന്നു. അപ്പം US-ഉം മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും വേറെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ചേർന്നിട്ട് US നോർത്ത് അമേരിക്കയിലാണ്, ദെൻ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളുമായി ചേർന്ന് ഈസ്റ്റേൺ യൂറോപ്യൻ രാജ്യങ്ങളുമായി ചേർന്ന് ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്തു 1949. ഓക്കെ, ത്രൂ ദ വാഷിംഗ്ടൺ ട്രീറ്റി എന്ന് പറയും. അപ്പൊ അത് പ്രകാരം ഈ ഒരു ഓർഗനൈസേഷന്റെ മെയിൻ പേർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓർഗനൈസേഷനിലുള്ള ആരെങ്കിലും മറ്റൊരു രാജ്യം അറ്റാക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഓർഗനൈസേഷനിലുള്ള എല്ലാ രാജ്യങ്ങളുടെയും ശത്രുവാണ് ആ അറ്റാക്ക് ചെയ്തേക്കുന്ന രാജ്യം. സപ്പോസ് ഇപ്പൊ ഒരു 10 രാജ്യമാണ്, 32ഓളം രാജ്യങ്ങള് 34 രാജ്യങ്ങളോളം നാറ്റോയിലുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ മറ്റൊരു രാജ്യം എന്ന് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ 34 രാജ്യങ്ങളും അവർക്കെതിരെ തിരിയും. ഇതിനെയാണ് കളക്റ്റീവ് ഡിഫൻസ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അത് ആർട്ടിക്കിൾ 5 ഓഫ് ദ നാറ്റോ, ആ നാറ്റോന്റെ ആർട്ടിക്കിൾ 5-ലാണ്, ഈ ഒരു ട്രീറ്റിയുടെ ആർട്ടിക്കിൾ 5-ലാണ് അതിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഇപ്പൊ ന്യൂസ് എന്താന്ന് നോക്കാം. ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇനി മുതൽ ഞങ്ങള് ഇൻഡോ പസഫിക് മേഖലയിലോട്ടാണ് ആക്ച്വലി കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അത് പ്രോപ്പറായിട്ട് അദ്ദേഹം പറഞ്ഞു എന്നല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ നയങ്ങൾ അതുപോലെയാണ്. അതായത് ഇൻഡോ പസഫിക് മേഖലയിലോട്ട് കൂടുതൽ US ഫോക്കസ് ചെയ്യാൻ പോവുകയാണ്. അതായത് അവിടെ ചൈന ഭയങ്കര നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. സോ ചൈനക്കെതിരെ എന്നുള്ള രീതിയിൽ തന്നെ ചൈനയെ ചലഞ്ച് ചെയ്യാൻ കൂടിയിട്ട് US-ന്റെ ഫോക്കസ് ഇൻഡോ പസഫിക് മേഖലയിലോട്ട് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. പിന്നെ അമേരിക്ക പറഞ്ഞു ഈ നാറ്റോയിൽ കൂടുതലും ഫണ്ടിങ്ങും അല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ വെപ്പൺസും എല്ലാം തരുന്നത് അമേരിക്കയാണ്. മറ്റു രാജ്യങ്ങൾക്ക് അധികം റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത പോലെയാണ് അവർ പെരുമാറുന്നത് പല സമയത്തും. അതായത് കൂടുതലും ഡൊണേഷനും കാര്യങ്ങളൊക്കെ വരുന്ന US-ന്. ഇനി മുതൽ അങ്ങനെ ആയിരിക്കില്ല, മറിച്ച് കൺവെൻഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇനി മുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ അവരവരുടെ സെക്യൂരിറ്റി നോക്കണം. ഓക്കെ, ഇനി US-ന് ഇനി ആരെങ്കിലും ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയിലോട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് വെപ്പൺസ് ഒക്കെ ആയിരിക്കും നാറ്റോയിലോട്ട് US-ന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഇതാണ് അതിന്റെ സമ്മറി. ഓക്കെ, ഞാൻ പറഞ്ഞതിന്റെ സമ്മറി ഇതാണ്. ദെൻ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ദെൻ ഫസ്റ്റ് പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ ഇത്തരം വാദങ്ങൾ ഇപ്പോ ട്രംപ് പറഞ്ഞെന്നുണ്ടെങ്കിലും അതിനർത്ഥം നാറ്റോയിൽ നിന്നിട്ട് US പുറത്തേക്ക് പോകുന്നു എന്നല്ല. ഓക്കെ, നാറ്റോയിലെ മെമ്പർ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ടൈം മാറ്റി വയ്ക്കുന്ന അല്ലെങ്കിൽ ഫണ്ടും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് US-ന്റെ എന്താണ് നാഷണൽ ഇൻട്രസ്റ്റ് അതിനനുസരിച്ച് പോകുമെന്ന് പറയുന്നു. ഓക്കെ, യൂറോപ്യൻസ് അവരുടെ കൺവെൻഷൻ ആയിട്ടുള്ള മിലിറ്ററി ഡിഫൻസ് അവർ തന്നെ നോക്കണം. പിന്നെ അതുപോലെ തന്നെ യൂറോപ്പ്. ഓക്കെ, US ആണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ്, ന്യൂക്ലിയർ പ്രൊട്ടക്ഷൻ, ഇന്റലിജൻസ് ഇത്തരം മേഖലയിലായിരിക്കും നാറ്റോനെ കൂടുതലും സഹായിക്കുന്നുണ്ടാകുക. ഓക്കെ, കാരണം ഇൻഡോ പസഫിക് മേഖലയിലോട്ട് US ഫോക്കസ് കൊടുക്കാൻ പോവുകയാണ്.
ഓക്കെ, ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ മെയിൻ ആയിട്ടും എനിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് വരാൻ കാരണം ട്രംപ് ഓൾറെഡി കുറച്ച് മാസങ്ങളായിട്ട് പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ US-ഉം ഇറാനും തമ്മിൽ യുദ്ധം ഉണ്ട്. അപ്പൊ ആക്ച്വലി നാറ്റോന്റെ റെസ്പോൺസിബിലിറ്റി അവിടെ വളരെ കുറവാണ്. നാറ്റോയിലുള്ള ആൾക്കാർ ആക്ച്വലി US-നെ പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനൊരു സംഭവം ഇപ്പൊ US-ന്റെ ഭാഗത്ത് നിന്നിട്ട് ഉണ്ടാകാൻ ഉള്ള കാരണം. സോ ഈ നാറ്റോ ഫോം ചെയ്തിട്ട് നാറ്റോയ്ക്ക് പ്രധാനമായിട്ടും ഒരു 3 ഫേസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. 1949 ഇത് ഫോം ചെയ്ത് 1991 വരെ കോൾഡ് വാറിലായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. അതായത് സോവിയറ്റ് യൂണിയനും US-ഉം തമ്മിലുള്ള ശത്രുത അത് തീർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു ആ നാറ്റോ കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്. എന്നാൽ 1991 ശേഷം 2022 വരെ ഈ 1990-കളിൽ സോവിയറ്റ് യൂണിയൻ തകർന്നിട്ട് റഷ്യ അല്ലെന്നുണ്ടെങ്കിലും മറ്റു സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കൻ രാജ്യങ്ങളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോക്കസ് മാറി. ആഫ്റ്റർ ദ സോവിയറ്റ് കൊളാപ്സ് നാറ്റോ എക്സ്പാൻഡ് ടു ദ ഈസ്റ്റേൺ യൂറോപ്പ്. അതായത് ഇപ്പം പണ്ട് സോവിയറ്റ് യൂണിയൻ ഇതായിരുന്നു എന്ന് വിചാരിക്കാം സപ്പോസ്. അപ്പൊ ഇപ്പോ സോവിയറ്റ് യൂണിയൻ തകർന്നിട്ട് ഇവിടെ റഷ്യ ഉണ്ട്. ബാക്കി ഈസ്റ്റേൺ ഭാഗത്ത് കുറെ രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിലോട്ട് എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറയുന്നതായിരുന്നു. അതായത് നാറ്റോനെ കുറച്ചും കൂടി റഷ്യയുടെ അടുത്തേക്ക് എക്സ്പാൻഡ് ചെയ്യുക എന്നതായിരുന്നു 1991 മുതൽ 2022 വരെയുള്ള ഫോക്കസ്. എന്നാൽ 2022 എന്തുണ്ടായിരുന്നു? റഷ്യ യുക്രൈൻ വാർ നടന്നു. അത് ആക്ച്വലി യൂറോപ്പിന്റെ തന്നെ ഒരു സെക്യൂരിറ്റി ഒരു മേഖലയിൽ ഭയങ്കര മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവിടെ ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻ തന്നെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2022 മുതൽ കീപ് റഷ്യ ഡിറ്റേർഡ്, അമേരിക്ക എൻഗേജ് ആൻഡ് യൂറോപ്പ് പ്രിപ്പയർഡ്. ഇതൊക്കെയായിരുന്നു തീം വെച്ചിരുന്നത്. അതായത് റഷ്യനെ എതിർക്കുക. അതൊക്കെ തന്നെയായിരുന്നു നാറ്റോന്റെ മെയിൻ ആയിട്ടും ഫോക്കസ് ഇപ്പൊ നിലവിൽ. ഓക്കെ, ദെൻ നാറ്റോ 3.0 ഞാൻ പറഞ്ഞിരിക്കുന്ന സെയിം സംഭവം തന്നെയാണ്. യു ക്യാൻ ജസ്റ്റ് റീഡ് ദാറ്റ്. ഓക്കെ, ഇപ്പൊ വൈ ഡസ് ദ US വാണ്ട് ടു യൂറോപ്പ് ടു ഡു മോർ? അതായത് യൂറോപ്യൻ രാജ്യങ്ങളോട് പറഞ്ഞു അവരുടെ കാര്യം നോക്കണം, നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യണം. വൈ? ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ റഷ്യൻ ത്രെഡ് നല്ല രീതിയിലുണ്ട്. ദ യുക്രൈൻ ഇൻവാൻഷൻ ഷോഡ് ദ യൂറോപ്പ് ഫേസ് ദ സീരിയസ് ആൻഡ് ഇമ്മീഡിയറ്റ് മിലിറ്ററി ത്രെഡ് ഓൺ ഇറ്റ്സ് കോണ്ടിനെന്റ്. അതായത് റഷ്യ ഒരുപാട് ഇപ്പൊ യുക്രൈനൊക്കെ അറ്റാക്ക് ചെയ്യുന്നില്ല. അപ്പൊ അതുപോലെ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളെ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ റഷ്യ സാധ്യതയുണ്ട്. അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളോട് US പറയാണ്, നിങ്ങൾ സ്വയം കാപ്പബിൾ ആയിരിക്കണം ഇത്തരത്തിലുള്ള അറ്റാക്കുകൾക്കെതിരെ. കാരണം റഷ്യ വല്ലാത്ത രീതിയിൽ വളർന്ന് അറ്റാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ദെൻ റൈസ് ഓഫ് ദ റഷ്യ, അതായത് ഇൻഡോ പസഫിക് മേലെ ചൈനയുടെ സ്വാധീനം കൂടുന്നുണ്ട്. സോ US-ന് ആ ഭാഗത്ത് ഫോക്കസ് ചെയ്യണം. ദെൻ അൺഈക്വൽ ബർഡൻ ഷെയറിംഗ്, അതായത് ദ US ഹാസ് സ്പെൻഡ് significantly more on the defense than the most European NATO members for the decades. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ നാറ്റോയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തത് US-ന്റെ ഭാഗത്തു നിന്നാണ്, അല്ലാതെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നല്ല. അതുകൊണ്ടാണ് യൂറോപ്പിനോട് കൂടുതലായിട്ട് US ഇൻവോൾവ് ആവാനായിട്ട് പറയുന്നത്. ഓക്കെ, ഇൻക്രീസിങ് ഡിഫൻസ് സ്പെൻഡിങ്, ഇത് ഞാൻ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഒരു ഡയഗ്രാം എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ വാട്ട് ഇസ് ദിസ് മീൻ ഫോർ ദ യൂറോപ്പ്? യൂറോപ്പിന് എന്താ മീനിങ് ചെയ്യുന്നത്? ഫസ്റ്റ് തിങ്, ഓപ്പർച്യൂണിറ്റി ഫോർ ഓട്ടോണമി. അവർ മറ്റ് US-ലാണെന്നുണ്ടെങ്കിലും മറ്റ് രാജ്യങ്ങളൊക്കെ ഡിപ്പെൻഡൻസ് കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും യൂറോപ്യൻ രാജ്യങ്ങൾ. കാരണം ഇനി ഒരു സ്വയം പര്യാപ്തമാകാനാണ് പറയുന്നത്. ദെൻ ടൈം ഇസ് റിക്വയർഡ്. റീപ്ലേസിംഗ് അമേരിക്കൻ മിലിറ്ററി സപ്പോർട്ട് ഇസ് നോട്ട് ആൻ ഓവർനൈറ്റ് ടാസ്ക്. ഇറ്റ് ടേക്ക് ഇയേഴ്സ് ഓഫ് സസ്റ്റൈൻ ഇൻവെസ്റ്റ്മെന്റ് പൊളിറ്റിക്കൽ. പെട്ടെന്ന് US-ന് ഇതുപോലെ മാറി നിൽക്കാൻ പറ്റത്തില്ല. അത് പതിയെ മാറത്തുള്ളൂ. ഓക്കെ, then why this is important for India? നമുക്ക് ഇന്ത്യക്ക് ഈ ഒരു ഇനീഷ്യേറ്റീവ് അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആക്ഷൻസ് എങ്ങനെ ഹെൽപ്പ് ആവും നോക്കാം. ദ ഫസ്റ്റ് തിങ്, ഗ്രേറ്റർ US ഫോക്കസ് ഓൺ ഇൻഡോ പസഫിക്. നമ്മുടെ ഏകദേശം ഒരു എനിമി പോലെയാണ് ചൈന. അപ്പൊ ചൈന കൂടുതലായിട്ടും വളർന്നത് ഇന്ത്യക്കും പ്രശ്നം. അപ്പൊ ചൈനയെ വളർത്താതിരിക്കാനായിട്ട് US ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുണ്ടാകുന്നു, അത് നമുക്ക് ഇന്ത്യക്കും സൈഡിൽ കൂടെ ഹെൽപ്പ് ആകുന്നുണ്ട്. ദെൻ ഡിഫൻസ് കോപ്പറേഷൻ, ഇത് യൂറോപ്പിനോട് സെൽഫ് സഫീഷ്യന്റ് ആകാനൊക്കെ പറയണം, ഡിഫൻസ് മേഖലയിൽ കുറച്ചുകൂടി ഇൻവോൾവ് ആവാനൊക്കെ പറയണം. അപ്പൊ അതുകൊണ്ട് തന്നെ യൂറോപ്പിനായിട്ട് എന്തുണ്ടാവും, ഇനി കൂടുതലും ഇന്ത്യക്ക് ബന്ധം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് നമ്മുടെ മുന്നിലുണ്ട്. ദെൻ സ്ട്രാറ്റജിക് ഓട്ടോണമി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ US-ഉം യൂറോപ്പും സെപ്പറേറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യാൻ പറ്റും, കോർഡിനേഷൻ ചെയ്യാൻ പറ്റും. അതായത് പണ്ട് യൂറോപ്പ് ഇസ് ഈക്വൽ ടു US എന്നൊക്കെ പറഞ്ഞ പോലെയായിരുന്നു. ഇപ്പൊ US-ഉം യൂറോപ്പും നമ്മുടെ ഡിഫൻസ് മേഖലയിലൊക്കെ ചെറിയൊരു വിടവ് വരുന്നുണ്ടെങ്കിൽ അതപ്പോൾ നമുക്ക് ഇന്ത്യക്കും രണ്ട് രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഓക്കെ, അതെല്ലാം ഒരു രീതിയിൽ ഹെൽപ്പാണ്.
ദെൻ അടുത്ത ന്യൂസ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ്. ഇതും ന്യൂസ് പേപ്പറിൽ എഡിറ്റോറിയൽ പേജ് ഉണ്ടായതാണ്. ആർട്ടിക്കിൾ 370 റിവോക്ക് ചെയ്തിട്ട് ഒരു 7 വർഷമായി ജമ്മു കാശ്മീരിൽ. അതാണ് ഇതിന്റെ സെൻട്രൽ തീം. അപ്പൊ എന്താണ് ആർട്ടിക്കിൾ 370 എന്നും അതിന്റെ റിവോക്കേഷൻ എന്താണെന്നും മറ്റു ഡീറ്റെയിൽസിലോട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഓഗസ്റ്റ് 5, 2019 the union government removed the special status under article 370. അതായത് ആർട്ടിക്കിൾ 370 എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ പ്രകാരം ചില സംസ്ഥാനങ്ങൾക്ക് സ്പെഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞ സംസ്ഥാനമായിരുന്നു നമുക്ക് പണ്ടുണ്ടായിരുന്നത്. ഇപ്പൊ യൂണിയൻ ടെറിട്ടറി ഇല്ല. അപ്പൊ അന്നുണ്ടായിരുന്ന ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞ സംസ്ഥാനത്തിന് സ്പെഷ്യൽ സ്റ്റാറ്റസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നീട് 2019 ഓഗസ്റ്റ് 5 അത് പിൻവലിച്ചു. മാത്രമല്ല, പണ്ടുണ്ടായിരുന്ന ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞ സംസ്ഥാനത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. 2 യൂണിയൻ ടെറിട്ടറി ആയിട്ട് ഡിവൈഡ് ചെയ്തു. ജമ്മു കാശ്മീർ എന്നും ലഡാക്ക് എന്നും പറയുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് തിരിച്ചു. ഇപ്പോ അത്തരത്തിലുള്ള ആക്ഷൻ നടന്നിട്ട് ഇപ്പോ 7 വർഷമായി. ദിസ് ഇസ് ദ കോണ്ടെക്സ്റ്റ്. ആൻഡ് എന്തുകൊണ്ട് ഇത് ന്യൂസിലൊക്കെ വരുന്നു? ഓക്കെ, ഞാൻ പറഞ്ഞേക്കുന്നതാണ് സ്റ്റേറ്റ് ഡിവൈഡഡ്. സെയിം സംഭവം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ദെൻ ഇവര് ഗവൺമെന്റ് ഇതിന് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഫോർ ദ ഗുഡ് ഓഫ് ജമ്മു കാശ്മീർ പീപ്പിൾ എന്ന സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഒരുപാട് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ അവിടുത്തെ സെക്യൂരിറ്റി ഇഷ്യൂസ് പലപ്പോഴും വരാറുണ്ട്. ടെററിസ്റ്റ് അറ്റാക്കുകൾ വരാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഒരു സിവിലിയൻസിന്റെ ഇടയിൽ തന്നെ നല്ല പൊളിറ്റിക്കൽ ക്ലാഷ് വരാറുണ്ട്. അപ്പൊ അതൊക്കെ തടയാൻ വേണ്ടി ഒരു ഹെൽപ്പ് ആവും ഇത്തരത്തിൽ യൂണിയൻ ടെറിട്ടറി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, എന്നായിരുന്നു ഗവൺമെന്റിന്റെ വാദം. ഓക്കെ, പക്ഷെ അത് ഇപ്പോഴും ഇത്തരത്തിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊരു ഡിവൈഡ് ചെയ്തത് എന്നുണ്ടെങ്കിലും ഇപ്പോഴും ആ ഒരു പോസിറ്റീവ് കാര്യം നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നതാണ് ഈ ആർട്ടിക്കിൾ ചോദിക്കുന്നത്. ഓക്കെ, then government's arguments for the changes എന്തുകൊണ്ട് to reduce the terrorism. ഞാൻ പറഞ്ഞില്ലേ, ജമ്മു കാശ്മീർ ടെററിസം കുറയ്ക്കാൻ, ജമ്മു കാശ്മീരിനെ മറ്റ് ഇന്ത്യൻ പ്രദേശങ്ങളുമായിട്ട് കൂടുതലായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ, അട്രാക്ട് ഇൻവെസ്റ്റ്മെന്റ്, അതായത് പെർ ക്യാപിറ്റൽ ഇൻകം ഒക്കെ നമ്മൾ അവിടെ കുറെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കൂട്ടിയിട്ട് ജനങ്ങൾക്ക് ഒരുപാട് ജോലി നൽകിയിട്ട് അവിടുത്തെ പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ നമുക്ക് കൂട്ടണം. ദെൻ ഇംപ്രൂവ് ഗവേണൻസ്, സെൻട്രൽ ലോസും വെൽഫെയർ സ്കീംസ് ഒക്കെ ഈ പണ്ടൊരു സ്പെഷ്യൽ സ്റ്റാറ്റസ് അല്ല ആർട്ടിക്കിൾ 370 കീഴിലുണ്ടായിരുന്നു. അപ്പൊ അത് മാറ്റി ഇപ്പം സെൻട്രൽ ലോസും വെൽഫെയർ സ്കീംസ് ഒക്കെ ജമ്മു കാശ്മീരിലെ പീപ്പിളിനെ ആക്സസ് ആയി തുടങ്ങി. അപ്പൊ അങ്ങനെ ആകുമ്പോൾ വെൽഫെയർ നമുക്ക് കൂട്ടാൻ പറ്റും. അതുപോലെ തന്നെ ഇതൊരു ടെമ്പററി സ്റ്റാറ്റസ് ആണ് പറയുന്നത്. അപ്പൊ ഇത്തരം ബെനിഫിറ്റ്സ് ആണ് ഗവൺമെന്റ് ആർഗ്യുമെന്റ്സ് ഫോർ ദ ചേഞ്ചസ് എന്തുകൊണ്ട് ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞു എന്ന് പറയുന്നു. പക്ഷെ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞത് ആക്ച്വലി ഈസ് എ ഫോർ, അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ആയിട്ട് ഡിവൈഡ് ചെയ്തില്ല. യൂണിയൻ ടെറിട്ടറി ആയിട്ട് ഡിവൈഡ് ചെയ്തത് ഇറ്റ്സ് ആക്ച്വലി ഒരു ടെമ്പോറൽ പ്രോസസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് എത്രയും വൈകാതെ തന്നെ അഗെയിൻ സ്റ്റേറ്റ്ഹുഡ് പദവി നമുക്ക് ജമ്മു കാശ്മീരിൽ കൊടുക്കും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവൺമെന്റ് ഇത് ഡിവൈഡ് ചെയ്തേക്കുന്ന സമയത്ത്. ഓക്കെ, അപ്പോ ഇപ്പൊ പറയുന്നത് ഇപ്പൊ ഡിമാൻഡ് ചെയ്ത് സ്റ്റേറ്റ്ഹുഡ് ഞങ്ങൾക്ക് വേണം എന്ന് തന്നെയാണ് ചെയ്യുന്നത്. പണ്ടത്തെ യൂണിയൻ ടെറിട്ടറി ആയിരുന്നു, പണ്ടത്തെ സംസ്ഥാനമായിരുന്നു, ഇപ്പൊ യൂണിയൻ ടെറിട്ടറി ഞങ്ങൾക്ക് അഗെയിൻ സ്റ്റേറ്റ്ഹുഡ് വേണം. ഓക്കെ, ഞങ്ങൾക്ക് ആദ്യം സംസ്ഥാനം എന്നുള്ള സ്റ്റാറ്റസ് തന്നെ ഞങ്ങൾക്ക് വേണം എന്ന് പറയുന്നുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്, നമുക്ക് ഓരോന്ന് നോക്കാം. ഓക്കെ, സോ ഇപ്പൊ വീണ്ടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇത്രത്തോളം ആർഗ്യുമെന്റ്സ് ഒക്കെ നടത്തി, പക്ഷെ ഇപ്പോഴും അതെല്ലാം ഇപ്പൊ കുറെ ആർഗ്യുമെന്റ്സ് പറഞ്ഞുവല്ലോ. അതായത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ചെയ്തത്, ഇത്തരം കാര്യങ്ങളൊക്കെ എക്കണോമിക് ഗ്രോത്ത്, ഇന്റഗ്രേഷൻ, ഇതിനൊക്കെ വേണ്ടി ചെയ്തത്, സെക്യൂരിറ്റി കൂട്ടുക. ഇപ്പോഴും അത് ഫലപ്രദമാണോ? അല്ല. പൂഞ്ച്, രജൌരി, ജമ്മു കാശ്മീരിലെ മറ്റ് അഡ്ജോയിന്റ് ഡിസ്ട്രിക്ട്സിലൊക്കെ ഇപ്പോഴും നല്ല രീതിയിൽ ത്രെട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, പല സ്ഥലത്തും എക്സസീവ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ വെച്ച് ജനങ്ങളുടെ ജീവിതം ഒരു പരിധിവരെ ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഓക്കെ, ദെൻ എക്കണോമിക് പ്രോബ്ലംസ് കാണിക്കുകയാണ്. അതായത് ഗവൺമെന്റ് ഇത്രത്തോളം പറഞ്ഞു എന്നുണ്ടെങ്കിലും ഇതൊന്നും അച്ചീവ് ചെയ്തില്ല എന്ന് ആർട്ടിക്കിൾ പറയാം. അതായത് ഇപ്പൊ പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ കൂട്ടാൻ വേണ്ടി ചെയ്തു. ഓക്കെ, ഇത്തരം സ്റ്റേറ്റ്ഹുഡ് ഒക്കെ എടുത്ത് കളഞ്ഞ്, സ്പെഷ്യൽ സ്റ്റാറ്റസ് എടുത്ത് കളഞ്ഞ് യൂണിയൻ ടെറിട്ടറി സ്റ്റാറ്റസ് ഒക്കെ തന്നു. ഇപ്പോഴും നിലവിൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലെ പീപ്പിളിലെ ബിലോ ദ നാഷണൽ ആവറേജ്. നാഷണൽ ആവറേജിന് താഴെ തന്നെയാണ് ഇപ്പോഴും ജമ്മു കാശ്മീർ പീപ്പിളിന്റെ പെർ ക്യാപിറ്റ ഇൻകം. അതുപോലെ തന്നെ ഇപ്പോഴും നല്ല അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കൂടുതലാണ്. ജോലിയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് കൂടി എംപ്ലോയ്മെന്റ് ഒക്കെ കൂട്ടാൻ വേണ്ടിയാണ്, പക്ഷെ ഇപ്പോഴും നല്ല രീതിയിൽ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. ദെൻ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇപ്പോഴും പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല. അപ്പൊ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി, ഇതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ എടുത്ത് കളഞ്ഞതും യൂണിയൻ ടെറിട്ടറി സ്റ്റാറ്റസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തത്.
പക്ഷെ ഇപ്പൊ നിലവിലും ഇതൊന്നും വന്നിട്ടില്ല. ഓക്കെ, മാത്രമല്ല പല സമയത്തും സെക്യൂരിറ്റി നമുക്ക് ഉറപ്പുവരുത്താൻ എന്ന പേരിൽ ഗവൺമെന്റ് ഈ ഫോഴ്സസിനെ വളരെ വല്ലാത്ത രീതിയിൽ ചില സമയം ഉപയോഗിക്കുന്നുണ്ട്. എക്സസീവ് ആയിട്ട് റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട്. പല സമയത്തും പല സെക്യൂരിറ്റി റെസ്ട്രിക്ഷൻസ് വെക്കുന്നുണ്ട്. ലൈക്ക് പബ്ലിക് സേഫ്റ്റി ആക്ട് ഒക്കെ എപ്പോഴും അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന നടപ്പിലാക്കാൻ നോക്കും. എപ്പോഴും അത് ഫ്രീക്വന്റ് യൂസ് ചെയ്യും. ഓക്കെ, ദെൻ UAP അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, അതായത് നമ്മളെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിനെയും പല ഇൻഡിവിജ്വൽസിനെയും നമുക്ക് ടെററിസ്റ്റ് ആയിട്ട് മുദ്ര കുത്തുന്ന ഒരു ആക്ട് ആണ് UAP എന്ന് പറയുന്നത്. അത് പലപ്പോഴും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, പല സമയം മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല പല സമയത്തും ഷട്ട്ഡൗൺസ്, അതായത് ഇന്റർനെറ്റ് ഷട്ട്ഡൗൺസും കർഫ്യൂസും അവിടെ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവിതം എന്ത് ചെയ്യുന്നു, അത്രയും നല്ല രീതിയിലല്ല നടക്കുന്നത്. ദെൻ ഡെമോക്രാറ്റിക് കൺസേൺസ് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നുണ്ടെങ്കിലും ദ ഫസ്റ്റ് തിങ്, ഇവിടെ ഇപ്പൊ നിലവില് ഒരു എലക്ടഡ് ഗവൺമെന്റ് ഉണ്ട്. അതായത് ഈ അടുത്ത് സുപ്രീം കോടതി ഒരു വിധിയൊക്കെ വന്നിട്ടാണ് 2023 വിധി പ്രകാരം നമുക്ക് ഈ അടുത്ത് കഴിഞ്ഞ വർഷം തന്നെ ഈ വർഷത്തിന് ആദ്യം ആണെന്ന് തോന്നുന്നു ജമ്മു കാശ്മീരിലോട്ട് എലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എലക്ടഡ് ഗവൺമെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിലും അതിനത്ര റോൾ ഇപ്പൊ നിലവിലില്ല. കാരണം ഇപ്പോഴും ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് യൂണിയൻ ടെറിട്ടറിയാണ്. ആ യൂണിയൻ ടെറിട്ടറിയുടെ മെയിൻ അധികാരം വരുന്നതും ലഫ്റ്റനന്റ് ഗവർണറിനെയാണ്. അത് ഭരിക്കുന്ന ലഫ്റ്റനന്റ് ഗവർണറിനാണ്. ആളാണ് അവിടുത്തെ ആക്ച്വലി പോലീസ്, പബ്ലിക് ഓർഡർ, പാർട്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, പ്രോസിക്യൂഷൻ, സെക്യൂരിറ്റി മാട്രിക്സ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ഗവൺമെന്റ് ഇപ്പോഴും ഒരു പേരിനെ അവിടെ ഉള്ളൂ. ഗവൺമെന്റ് വെറും ഡേ ടു ഡേ അഡ്മിനിസ്ട്രേഷൻ മാത്രം നടത്തുന്ന ഒരാളായിട്ട് മാറുക. അപ്പൊ ആക്ച്വലി ജനങ്ങൾ എലക്ട് ചെയ്തേക്കുന്നത് ഇവരെയാണ്, ഗവൺമെന്റിനെയാണ്. പക്ഷെ എലക്ട് ചെയ്യാതെ അപ്പോയിന്റ് ചെയ്തേക്കുന്ന ഒരു വ്യക്തി, അതായത് ലഫ്റ്റനന്റ് ഗവർണർ, സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയിലാണ് ഏറ്റവും കൂടുതൽ പവർ അടങ്ങിയിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് റൈസിങ് സം ഡെമോക്രാറ്റിക് കൺസേൺസ് ആക്ച്വലി. പിന്നെ ഇതിന് ജനങ്ങൾ ഇത്തരത്തിലുള്ള ഗവൺമെന്റിനെ എലക്ട് ചെയ്തേക്കുന്നത്. ഓക്കെ, ദെൻ അണ്ടർസ്റ്റാൻഡിങ് ദ ആർട്ടിക്കിൾ 370 ആൻഡ് ആർട്ടിക്കിൾ 350A. ഓക്കെ, നമ്മൾ ആർട്ടിക്കിൾ 370 എന്നൊക്കെയാണ് മീൻസ് അത് ഇടയ്ക്ക് വെച്ച് യൂസ് ചെയ്തു. എന്താ നോക്കാം. ആർട്ടിക്കിൾ 370യുടെ കീഴിൽ ഒരു സംസ്ഥാനം ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ സ്റ്റാറ്റസ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ട് gave the Jammu Kashmir its own constitution and limited parliament's law making power in certain areas. അതായത് ജമ്മു കാശ്മീരിന് അവരുടേതായിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നൽകിയിരുന്നു. പിന്നെ അത് മാത്രമല്ല പാർലമെന്റിന്റെ എല്ലാ ലോസും ഇവിടെ അപ്ലിക്കബിൾ ആയിരുന്നില്ല. ഇപ്പോ പാർലമെന്റ് ഏതെങ്കിലും നിയമം നടപ്പിലാക്കിയിട്ട് അത് ജമ്മു കാശ്മീരിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ജമ്മു കാശ്മീരിലെ ഗവൺമെന്റിന്റെ സമ്മതം വേണം. ഇത്തരത്തിലുള്ള സ്പെഷ്യൽ സ്റ്റാറ്റസ് ആണ് ആർട്ടിക്കിൾ 370 നൽകിയിരുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 335A പറയുന്നത് പെർമനന്റ് റെസിഡന്റ് സ്റ്റാറ്റസ് ആണ്. അതായത് അലൗഡ് ദ ജമ്മു കാശ്മീർ ലെജിസ്ലേച്ചർ ടു ഡിഫൈൻ ദ സ്റ്റേറ്റ് പെർമനന്റ് റെസിഡൻസ്. അതായത് ജമ്മു കാശ്മീരിലെ പെർമനന്റ് റെസിഡൻസ് ആരാ, അവരെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നൽകിയിരിക്കുന്ന ഒരു അധികാരം നൽകിയിരിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 35A. അപ്പൊ അത് പ്രകാരം അവിടെയുള്ള പെർമനന്റ് ആയിട്ടുള്ള സിറ്റിസൺസിന് മാത്രം കുറെ അധികാരങ്ങളൊക്കെ ഗവൺമെന്റിന് നൽകാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇപ്പൊ അതൊന്നും ഇല്ല. ഓക്കെ, ദെൻ ദ റീഓർഗനൈസേഷൻ ഫ്രം സ്റ്റേറ്റ് ടു യൂണിയൻ. ഞാൻ പറഞ്ഞു തന്നെയാണ് ആർട്ടിക്കിൾ ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് 2019. ഇതാണ് ആക്ട്. ഓക്കെ, നമ്മള് ജമ്മു കാശ്മീരിനെ രണ്ടായി ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞില്ലേ, 2 യൂണിയൻ ടെറിട്ടറി ആയിട്ട്. അത് ഈ ആക്ടിന്റെ കീഴിലാണ്, ജമ്മു ആൻഡ് കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് 2019. ഇതിന്റെ കീഴിലാണ് 2 യൂണിയൻ ടെറിട്ടറി ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, സെക്യൂരിറ്റി, എക്കണോമി, ഡെമോക്രസി കൺസേൺസ് എല്ലാം കൺസൈസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. ഓക്കെ, ജസ്റ്റ് ഫോർ റിവിഷൻ. ഓക്കെ, ദിസ് ഇസ് അബൌട്ട് ദ ന്യൂസ്. ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ഞാൻ ലാസ്റ്റ് 2-3 സ്ലൈഡിൽ ആ ന്യൂസിൽ കൊടുത്തിട്ടുണ്ട്. സോ യു ക്യാൻ ജസ്റ്റ് റീഡ് ദാറ്റ് ഫോർ എ റിവിഷൻ. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് സെക്ടർ. ഇത് കോംപ്രഹെൻസീവ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്ക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ മേഖലയിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യ എത്രത്തോളം GDPയുടെ എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ 0.83% ആണ്. വളരെ കുറവാണ് ആക്ച്വലി. അതായത് നമ്മുടെ ഇന്ത്യയുടെ GDPയുടെ 0.83% മാത്രമാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി ഇന്ത്യ സ്പെൻഡ് ചെയ്യുന്നത്. കുറവാണ്. എന്നാൽ അതിന്റെ എബവ് 50% സ്പെൻഡ് ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടറാണ്. ഇത് ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇങ്ങനെ ഉണ്ടാകുന്നത്. പൊതുവെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മേഖലയിൽ സ്പെൻഡ് ചെയ്തതും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നായിരിക്കും. എന്നാൽ ഇപ്പൊ ഒരു സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ നടന്നു. അതായത് ഗവൺമെന്റിനെ മാറ്റിയിട്ട് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ആരാ, ഇപ്പൊ പ്രൈവറ്റ് സെക്ടറാണ്. സോ അതിന് കുറെ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അതിനെ കുറിച്ചാണ് ഈ ന്യൂസ് പറയുന്നത്. ഓക്കെ, ദെൻ
കീ സെക്ടേഴ്സ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ആണ് ഇപ്പൊ ലീഡ് ചെയ്യുന്നത്. ദെൻ കീ സെക്ടേഴ്സ് ഡ്രൈവിംഗ് റോൾ. പ്രൈവറ്റ് സെക്ടറിൽ തന്നെ ഏതൊക്കെ മേഖലയിലാണ് കൂടുതലും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ, ഫാർമസ്യൂട്ടിക്കൽ, ബയോടെക്നോളജി, IT. ഇതാണ് പ്രൈവറ്റ് സെക്ടേഴ്സ് മെയിൻ ആയിട്ടും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് യൂസ് ചെയ്യുന്ന മേഖലകൾ. ദെൻ സ്ട്രക്ചറൽ ഷിഫ്റ്റ് ഫ്രോം ദ ഗവൺമെന്റ് ഡോമിനൻസ്. ഗവൺമെന്റ് അല്ല ഇപ്പൊ പ്രൈവറ്റ് ആണ് കൂടുതലുള്ളത്. Then it is actually helping the ആത്മനിർഭർ അലൈൻമെന്റ്. ആക്ച്വലി പ്രൈവറ്റ് സെക്ടർ ആണെന്നുണ്ടെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ലീഡ് ടു ദ സെൽഫ് റിലയന്റ് ഇന്ത്യ. ഓക്കെ, സെൽഫ് സഫിഷ്യന്റ് ഇന്ത്യ, സെൽഫ് റിലയന്റ് ഇന്ത്യ. അതായത് നമ്മൾ ആത്മനിർഭരത നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ ഒരുപാട് ഡെവലപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ മേഖലയിലോട്ടാണെങ്കിലും ബയോടെക്നോളജി മേഖലയാണെങ്കിലും ഹെൽത്ത് ആണെങ്കിലും എഡ്യൂക്കേഷനും എല്ലാ മേഖലയിലോട്ടും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ പ്രാതിനിധ്യം കൂടുമ്പോൾ നമുക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരത്തില്ല. 2009, 2010 കാലഘട്ടങ്ങളിൽ വെറും 0.8% ആയിരുന്നു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്പെൻഡ് ചെയ്തിരുന്നത്. പിന്നെ പതിയെ ഒരു 0.83 കൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പ്രൊജക്ട് ചെയ്യുന്നത് 2025-26 ആകും. അത് ഇപ്പൊ നിലവിൽ, അതായത് ഇപ്പൊ ഈ 0.83% 2021-22 ഡാറ്റയാണ് ആക്ച്വലി. അതാണ് ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ളത്. ഓക്കെ, പണ്ടത്തെ ഡാറ്റയാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ഓക്കെ, അത് പ്രകാരമാണ് 0.83%. 2025-26 നോക്കുമ്പോൾ മേ ബി അത് 0.9% ആയിട്ട് ഉയർന്നിട്ടുണ്ടാകും എന്ന് പറയുന്നു. എന്നാൽ ഇത് വളരെ അത്ര വലിയ നല്ല കാര്യമൊന്നുമല്ല. കാരണം മറ്റു രാജ്യങ്ങൾ നോക്കുമ്പോൾ സൗത്ത് കൊറിയ 4.9% അവരുടെ GDP-യുടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്. ഇസ്രായേൽ ആണെങ്കിൽ 5.4%, US ആണെങ്കിൽ 3.5% സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ മിനിമം ഒരു 2% GDP-യുടെ 2% മേലെയെങ്കിലും ആക്ച്വലി നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് സ്പെൻഡ് ചെയ്യണം. ഓക്കെ, ഇനി ടോപ്പ് പ്രൈവറ്റ് സെക്ടേഴ്സ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ ഏത് സെക്ടറിലാണ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അവർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്പെൻഡ് ചെയ്യുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണ്, പിന്നെ ഡ്രഗ് ആൻഡ് ഫാർമ, ദെൻ ബയോടെക്നോളജി, IT, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ഈ ഒരു ഓർഡർ ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തിക്കുക. മീൻസ് ട്രാൻസ്പോർട്ടേഷൻ സെക്ടറിൽ ഒരുപാട് നമ്മൾ പ്രൈവറ്റ് സെക്ടേഴ്സ് എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ദെൻ നോക്കാം വാട്ട് ആർ ദ കൺസേൺസ് ആൻഡ് ചാലഞ്ചസ്. ഇത്തരം നല്ല കാര്യങ്ങളുണ്ട്, പക്ഷെങ്കിലും ദർ ആർ സം ചാലഞ്ചസ്. ഫസ്റ്റ് ചാലഞ്ച്, ഗ്ലോബൽ ഗ്യാപ് ജസ്റ്റ് 0.83% മറ്റു രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുന്നത് വളരെ കുറവാണ്. ദെൻ കോൺസെൻട്രേഷൻ റിസ്ക്. ഏകദേശം 500ഓളം കമ്പനീസ് ആണ് ആക്ച്വലി 90% റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് നടത്തുന്നത്. വെറും 500 കമ്പനീസ് ഇന്ത്യയിൽ എത്രത്തോളം കമ്പനീസ് ഉണ്ട്, ഇവരാണ് 90% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ കോൺസെൻട്രേഷൻ റിസ്ക് അവിടെയുണ്ട്. Then participate weak private universities. As the private higher education institutions contribute only to the 7.8% of the private research and development. Private university എന്നുള്ള ഡെവലപ്മെന്റ് കോൺട്രിബ്യൂഷൻസ് വളരെ കുറവാണ്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് മാത്രമേ, ഗവൺമെന്റിനാണ് ഇപ്പൊ കൂടുതൽ പറയുന്നത്. ദെൻ ഡാറ്റ ക്വാളിറ്റി കൺസേൺസ്. ആക്ച്വലി ഇത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ നമുക്ക് ആക്ച്വലി ഡൗട്ടാണ്. ഇത് ആക്ച്വലി ഓരോ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ തന്നെ മുന്നോട്ട് വെച്ചേക്കുന്ന കാര്യങ്ങളാണ് ഇത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് സെൽഫ് റിപ്പോർട്ടഡ് ക്വസ്റ്റ്യനേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്തത് ഇത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഡാറ്റ ക്വാളിറ്റിയിൽ ഇത്തിരി പ്രശ്നമുണ്ട്. ദെൻ കൊളാബറേഷൻ ഗ്യാപ്പ്. ഇൻഡസ്ട്രി, യൂണിവേഴ്സിറ്റി, പബ്ലിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ തമ്മിലുള്ള കോർഡിനേഷൻ പ്രോപ്പർ ആയിട്ട് നിലവില്ല. കോർഡിനേഷൻ വന്നാലാണ് കുറച്ചും കൂടി റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടി നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ന്യൂസ്, അസാൻ എന്ന് പറയും, ഇങ്ങനെയായിരിക്കും പ്രൊണൗൺസ് ചെയ്യാൻ തോന്നുന്നു, ആസാൻ അല്ലെങ്കിൽ അസാൻ വെറ്റ്ലാൻഡ്. അതായത് ഇത് ഉത്തരാഖണ്ഡിലെ ഒരു വെറ്റ്ലാൻഡ് ആണ്. ഒന്ന് ന്യൂസ് ഞാൻ പറയാം. ഉത്തരാഖണ്ഡിലെ ഒരു വെറ്റ്ലാൻഡ് ആണ്. സുപ്രീം കോടതിയിൽ ഒരു വേർഡിക്റ്റ് വന്നിട്ടുണ്ട്. അതായത് ഒരുപാട് മൈനിങ് ഓപ്പറേഷൻസ് ഒക്കെ ഈ ആസാൻ എന്ന് പറഞ്ഞ വെറ്റ്ലാൻഡിന്റെ ചുറ്റും ഉണ്ടായിരുന്നു. അതിനെല്ലാം റെസ്ട്രിക്ഷൻസ് വെച്ചു. ആസാൻ വെറ്റ്ലാൻഡിന്റെ ചുറ്റും ഒരു 10 കിലോമീറ്ററിൽ മൈനിങ്ങും മറ്റു കാര്യങ്ങളൊന്നും പാടില്ല. അത്രയും എൻവയോൺമെന്റിനെ അത്രയും നശിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പാടില്ല. എന്നാൽ ഇത് ആസാൻ എന്ന് പറഞ്ഞ വെറ്റ്ലാൻഡ് മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വെറ്റ്ലാൻഡ്സിനും ഇത് ബാധകമാണ്. മാത്രമല്ല ഹിമാലയൻ റീജിയൻസിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നും കൺസർവേഷൻ റിസർവ്സിനും ഇതുപോലെ ഒരു കൺസർവേഷൻ റിസർവ് ഉണ്ടെങ്കിലും ഇതുപോലെ 10 കിലോമീറ്ററോളം നമുക്ക് അതിലുള്ള മൈനിങ് ആക്ടിവിറ്റീസ് ഒക്കെ കുറയ്ക്കണം എന്നും ഗവൺമെന്റ് പറഞ്ഞു. സോ പിന്നെ പറഞ്ഞു ഹിമാലയൻ മേഖലയിൽ നമ്മുടെ ഫ്രെജലിറ്റി, അവിടെ ഹിമാലയൻ എക്കോസിസ്റ്റം പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യകതയെ കുറിച്ച് സുപ്രീം കോടതി മുന്നോട്ട് വെച്ചു. ഓക്കെ, ഇത് സുപ്രീം കോടതിയിലെ ഇടപെടലാണ്. ഓക്കെ, ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് നമുക്ക് നോക്കുമ്പോൾ എന്താണ് ഈ പറഞ്ഞ പോലെ ആസാൻ വെറ്റ്ലാൻഡ് നോക്കാം. അതിന്റെ ലൊക്കേഷൻ വരുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് വരുന്നത്. ആസാൻ റിവറും
യമുന റിവറും തമ്മിൽ കോൺഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഭാഗത്താണ്. ദെൻ ഫ്രഷ് വാട്ടറാണ്, ലാർജ്ലി ഹ്യൂമൻ മെയ്ഡ് വെറ്റ്ലാൻഡ് ആണ് ആക്ച്വലി. പ്രകൃതി നിർമ്മിതമല്ല, എന്നാൽ മെയിൻ ആയിട്ടും ഹ്യൂമൻ മെയ്ഡ് ഉള്ള ഇതാണ്. ദെൻ 2005 കൺസർവേഷൻ റിസർവ് ആയിട്ട് അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2020 അതിനെ റാംസർ സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചത്. ഉത്തരാഖണ്ഡിലെ ഫസ്റ്റ് റാംസർ സൈറ്റും കൂടിയാണ് ഇത് ആസാൻ വെറ്റ്ലാൻഡ് എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് ഫേസിങ് സം ത്രെറ്റ്സ് ഫ്രം ഹ്യൂമൻ, ലൈക്ക് മൈനിങ് ആൻഡ് സ്റ്റോൺ ക്രഷിംഗ് ഒക്കെ നടക്കുന്നുണ്ട്, പൊല്യൂഷൻ ആൻഡ് സെഡിമെന്റേഷൻ, ഇൻവാസീവ് സ്പീഷീസ്, പല പുറത്തുനിന്നുള്ള സ്പീഷീസിനോട് അറ്റാക്ക് ചെയ്തിട്ട് അവിടെയുള്ള നേറ്റീവ് സ്പീഷീസിനെ അവർ പുറത്താക്കുന്നുണ്ട്, അവരുടെ പോപ്പുലേഷനെ ബാധിക്കുന്നുണ്ട്. പോച്ചിങ് ആൻഡ് എൻക്രോച്ച്മെന്റ്, പല ജീവികളെയും നമ്മൾ പോച്ച് ചെയ്യുക, എൻക്രോച്ച്മെന്റ് ഒക്കെ നടന്നിട്ട് അവിടുത്തെ പ്രകൃതിയെയും എക്കോസിസ്റ്റത്തിനെയും ബയോഡൈവേഴ്സിറ്റിയും നല്ല രീതിയിൽ ബാധിക്കും. സോ വി നീഡ് ടു ടേക്ക് എൻ അർജന്റ് ആക്ഷൻ. അപ്പൊ അതിനുവേണ്ടി ഈ സുപ്രീം കോടതിയുടെ വിധി ഹെൽപ്പ് ആകും. ഓക്കെ, ദെൻ ഇത് എങ്ങനെയാണ് ഹെൽപ്പ് ആകുന്നത്? ജസ്റ്റ് റീഡ് ദാറ്റ്. ദെൻ ഫോർ we are giving a UPSC mains answer writing question. You can answer this question and you can send to this mail. അങ്ങനെയാണെങ്കിൽ വാല്യുവേറ്റ് ചെയ്ത് നമുക്ക് തിരിച്ച് നിങ്ങൾക്ക് അയക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.